ബാക്ക് ടു അവർ ചാനൽ. നിങ്ങൾക്ക് ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായാണ് നമ്മുടെ ചാനലിലെ വീഡിയോസ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. നമ്മുടെ ചാനലിലെ വീഡിയോസിന്റെ കമന്റുകളിലൂടെയും ടെലിഗ്രാമിലൂടെയും പലരും ചോദിച്ചൊരു ചോദ്യമാണ്, എങ്ങനെയാണ് നിങ്ങൾക്ക് ഒമാനിൽ ഒരു ടീച്ചറായിട്ട് ജോലി നേടാൻ സാധിക്കുന്നത് എന്നുള്ളത്. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എങ്ങനെ ഒമാനിൽ ഒരു ടീച്ചറായിട്ട് ജോലി നേടാം, ഈ ടീച്ചറായിട്ട് ജോലി നേടാൻ വേണ്ട യോഗ്യതകൾ എന്തൊക്കെയാണ്, ടീച്ചറായിട്ട് ജോലി നേടുവാനായി എത്ര നാളത്തെ എക്സ്പീരിയൻസ് വേണം, എങ്ങനെയാണ് ഈ ടീച്ചിങ് ജോബിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്, എന്തൊക്കെ ഡോക്യുമെന്റ്സുകളാണ് നിങ്ങൾ ടീച്ചിങ് ജോബിന് അപ്ലൈ ചെയ്യുമ്പോൾ സബ്മിറ്റ് ചെയ്യേണ്ടത്, ഒമാനിലെ ടീച്ചേഴ്സിന് ലഭിക്കുന്ന മന്ത്ലി സാലറിയും മറ്റു ബെനിഫിറ്റുകളും എന്തൊക്കെയാണ് എന്നിവ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള വൺ ഓഫ് ദി കൺട്രി ആണ് ഒമാൻ. വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഒരു വർക്ക് ലൈഫ് അറ്റ്മോസ്ഫിയർ ആണ് ഒമാനിലുള്ളത്. ഒമാനിൽ വളരെയധികം പ്രൈവറ്റ് സ്കൂളുകളും പബ്ലിക് സ്കൂളുകളും ഇന്റർനാഷണൽ സ്കൂളുകളും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒമാനിൽ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ടീച്ചേഴ്സിന് വളരെയേറെ അവസരങ്ങളാണുള്ളത്. ഒമാനിൽ നിങ്ങൾക്ക് ഒരു ടീച്ചർ ആവാൻ വേണ്ട മിനിമം യോഗ്യത എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു ഡിഗ്രി ഉണ്ടായിരിക്കണം. അതുകൂടാതെ നിങ്ങൾക്ക് ഒരു ടീച്ചിങ് സർട്ടിഫിക്കേഷൻ കൂടി ഉണ്ടായിരിക്കണം. ഇനി സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഒമാനിൽ നിങ്ങൾക്ക് ഒരു പ്രൈമറി സ്കൂൾ ടീച്ചർ ആവാനായിട്ട് മിനിമം ഒരു ഡിഗ്രി ഉണ്ടായിരിക്കണം. അതുകൂടാതെ എഡ്യൂക്കേഷനിൽ ഒരു ഡിഗ്രിയോ ഡിപ്ലോമയോ ഉണ്ടായിരിക്കണം. ഇനി സെക്കൻഡറി ടീച്ചർ ആവണമെങ്കിൽ വേണ്ട മിനിമം യോഗ്യത എന്ന് പറയുന്നത് ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രിയും അതുകൂടാതെ ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രിയും ഉണ്ടായിരിക്കണം. അതിന് കൂടെ എഡ്യൂക്കേഷനിൽ ഒരു ഡിഗ്രിയോ ഡിപ്ലോമയോ ഉണ്ടായിരിക്കണം. ഒമാനിലെ പല സ്കൂളുകളും ഇപ്പോൾ ജോലിക്ക് അപ്ലൈ ചെയ്യുന്നവരോട് മിനിമം 2 വർഷത്തിൽ കുറയാത്ത എക്സ്പീരിയൻസ് കമ്പൽസറി ആയിട്ട് പറയാറുണ്ട്. ഇനി അത് കൂടാതെ ചില സ്കൂളുകൾ ഫ്രഷേഴ്സിനെയും അക്സെപ്റ്റ് ചെയ്യാറുണ്ട്. ഈ ഫ്രഷേഴ്സിനെ അക്സെപ്റ്റ് ചെയ്യുന്നത് അവരുടെ വിസ സ്റ്റാറ്റസ് അനുസരിച്ചിട്ടിരിക്കും. ഇപ്പം ഡിപെൻഡന്റ് വിസയിലൊക്കെ ആണെങ്കിൽ ഫ്രഷേഴ്സിനെ പലപ്പോഴും സ്കൂളുകൾ ജോബിന് ഹയർ ചെയ്യാറുണ്ട്. ഒമാനിലെ പല ബ്രിട്ടീഷ് കരിക്കുലം സ്കൂളുകളും അമേരിക്കൻ കരിക്കുലം സ്കൂളുകളും ഈ യോഗ്യതകൾ കൂടാതെ IELTS-ന്റെ അക്കാഡമിക് മൊഡ്യൂൾ സ്കോറുകളും ചോദിക്കാറുണ്ട്. ഇന്ത്യൻ സ്കൂളുകളിൽ പൊതുവെ അങ്ങനെ ചോദിക്കാറില്ല. ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ സ്കോറുകൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഒമാനിലെ സ്കൂളുകളിൽ ജോബ്സിന് അപ്ലൈ ചെയ്യുവാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് സ്കൂളുകളുടെ ഒഫീഷ്യൽ വെബ്സൈറ്റുകളിലൂടെയോ അല്ലെങ്കിൽ ഒഫീഷ്യൽ ലിങ്ക്ഡിൻ പേജുകളിലൂടെയോ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഇത് കൂടാതെ പ്രൈവറ്റ് വെബ്സൈറ്റുകളായിട്ടുള്ള സീ ടീച്ചേഴ്സ്, ടീച്ചർവേ, ടെസ്, എഡ്വറ്റസ് എന്നീ വെബ്സൈറ്റുകളിലൂടെയും നിങ്ങൾക്ക് ജോബ്സിനായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ പ്രൈവറ്റ് വെബ്സൈറ്റുകൾ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ളതും വളരെ സേഫുമായിട്ടുള്ള വെബ്സൈറ്റുകളാണ്. അതിനാൽ തന്നെ നിങ്ങൾക്ക് ഈ വെബ്സൈറ്റുകളിലൂടെ ജോബ്സിനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങളിപ്പോൾ കേരളത്തിലാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് കേരള ഗവൺമെന്റിന്റെ ഒരു റിക്രൂട്ടിംഗ് വെബ്സൈറ്റ് ആയിട്ടുള്ള ഒഡപെക് വഴിയും നിങ്ങൾക്ക് ഒമാനിലെ സ്കൂളുകളിൽ ടീച്ചിങ് റിക്രൂട്ട്മെന്റിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ പറഞ്ഞ വെബ്സൈറ്റുകളെല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ തീർച്ചയായിട്ടും ഈ വെബ്സൈറ്റിന്റെ ലിങ്കിൽ പോയി ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള വേക്കൻസീസ് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ജോബ്സിന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഒമാനിലെ സ്കൂളുകളിൽ ടീച്ചിങ് ജോബ്സിന് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ നൽകേണ്ട കുറച്ച് ഡോക്യുമെന്റ്സുകളുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ ഡോക്യുമെന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ATS ഫ്രണ്ട്ലി ആയിട്ടൊരു CV ആണ്. നിങ്ങൾക്ക് ATS ഫ്രണ്ട്ലി CV തയ്യാറാക്കാൻ ഞങ്ങളുടെ ഹെൽപ്പ് വേണമെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയ്ക്ക് താഴെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഈ സർവീസിന് ഒരു ചെറിയ ഫീസ് ഉണ്ട്. അത് പേ ചെയ്ത് നിങ്ങൾക്ക് ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു CV ഞങ്ങൾ തയ്യാറാക്കി തരുന്നതാണ്. രണ്ടാമതായിട്ട് നിങ്ങളുടെ പാസ്പോർട്ട്. മൂന്നാമതായിട്ട് നിങ്ങളുടെ എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റ്സ്, നിങ്ങളുടെ ഗ്രാജുവേഷന്റെയും നിങ്ങളുടെ പോസ്റ്റ് ഗ്രാജുവേഷന്റെയും നിങ്ങളുടെ ടീച്ചിങ് ഡിപ്ലോമയുടെയും എഡ്യൂക്കേഷണൽ സർട്ടിഫിക്കറ്റ്സ്. ഈ സർട്ടിഫിക്കറ്റ്സുകൾ നേരത്തെ അറ്റസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്.
നാലാമതായിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, അതായത് നിങ്ങൾ നാട്ടിൽ ഏത് കരിക്കുലം സ്കൂളിലാണോ വർക്ക് ചെയ്തത് ആ സ്കൂളിലെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്. അഞ്ചാമതായിട്ട് നിങ്ങളുടെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്. ഈ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് സേവാ കേന്ദ്ര വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. പാസ്പോർട്ട് സേവാ കേന്ദ്ര വെബ്സൈറ്റിൽ കയറി നിങ്ങളുടെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്ത് ഈ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റും ഈ സ്കൂളുകൾ പല ടൈമുകളിലും ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ ആവശ്യപ്പെടാറുണ്ട്. ഒമാനിലെ സ്കൂളുകളിൽ ടീച്ചിങ് ജോബ് ലഭിക്കുന്നവർക്ക് ഇപ്പോൾ ലഭിക്കുന്ന കറണ്ട് മന്ത്ലി സാലറി എന്ന് പറയുന്നത് ഏകദേശം 250 ഒമാനി റിയാൽ മുതൽ 1500 ഒമാനി റിയാൽ വരെയാണ്. ഈ സാലറി എന്ന് പറയുന്നത് നിങ്ങളുടെ എക്സ്പീരിയൻസ്, നിങ്ങൾ പഠിപ്പിക്കുന്ന കരിക്കുലം ഏതാണ്, നിങ്ങളുടെ സബ്ജക്റ്റ് ഏതാണ്, നിങ്ങളുടെ സ്കൂൾ ഏതാണ് എന്നിവയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എല്ലാവർക്കും ഒരേ സാലറി സ്കെയിൽ ആകുകയില്ല. ഇത് സ്കൂളുകൾ അനുസരിച്ച് വ്യത്യസ്തപ്പെട്ടിരിക്കും. ഇന്ത്യൻ സ്കൂളുകളിൽ പൊതുവെ 300 ഒമാനി റിയാലിനും ഏകദേശം 800 ഒമാനി റിയാലിനും ഇടയ്ക്കാണ് ആവറേജ് മന്ത്ലി സാലറി വരുന്നത്. സാലറി കൂടാതെ നിങ്ങളുടെ റെസിഡൻസ് വിസ, നിങ്ങളുടെ ഡിപ്പെൻഡന്റിന്റെ വിസ, നിങ്ങളുടെ മെഡിക്കൽ ഇൻഷുറൻസ്, നിങ്ങളുടെ അക്കോമഡേഷൻ, ഇയർലി ഫ്ലൈറ്റ് ടിക്കറ്റുകൾ എന്നിവ ചില സ്കൂളുകൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഈ പറഞ്ഞ ബെനിഫിറ്റുകളെല്ലാം നിങ്ങളുടെ സ്കൂളിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചില സ്കൂളുകൾ ഈ മൊത്തം ബെനിഫിറ്റ് കൊടുക്കുന്ന സ്കൂളുകളുണ്ട്, ചില സ്കൂളുകൾ ഇതിൽ കുറച്ച് ബെനിഫിറ്റുകൾ കൊടുക്കുന്ന സ്കൂളുകളുണ്ട്, ചില സ്കൂളുകളിൽ ഈ പറഞ്ഞ ബെനിഫിറ്റുകൾ ഒന്നും തന്നെ കാണുകയില്ല. നിങ്ങൾക്ക് മന്ത്ലി സാലറികൾ മാത്രമേ കാണുകയുള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്തതിനു ശേഷം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കമന്റുകളായി അറിയിക്കുക. തീർച്ചയായും മറുപടി തരാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ഇറ്റ്സ് മീ സന്ദീപ് സൈനിങ് ഓഫ്. ബൈ ബൈ.